ഇത്. മരണം രംഗബോധം തീരെയില്ലാത്ത കോമാളിയാണ്. എന്തൊക്കെ ആഗ്രഹങ്ങളും പ്രതീക്ഷകളും മനുഷ്യനുണ്ടെങ്കിലും എല്ലാ പ്രതീക്ഷകളും ഒറ്റ നിമിഷത്തിൽ തകർക്കാൻ മരണത്തിന് കഴിയും. ഇപ്പോഴിതാ വിവാഹ സ്വപ്നങ്ങൾ കണ്ടിരുന്ന യുവാവിനെ വിവാഹത്തിന് മുമ്പ് മരണം കവർന്നിരിക്കുന്നുവെന്ന ദുഃഖവാർത്തയാണ് പുറത്തുവരുന്നത്. തലശ്ശേരിയിലെ ചേറ്റംകുന്ന് സ്വദേശിയായ മുഹമ്മദ് ഷാസിൻ്റെ വിവാഹത്തിനൊരുങ്ങിയ വീട്ടിലേക്കാണ് ഇന്നലെ ഷാസിൻ്റെ അപ്രതീക്ഷിതമായ മരണവാർത്ത എത്തിയത്. കുടുംബം തകർന്ന് തരിപ്പണമായി പോയി. കാരണം മുഹമ്മദ് ഷാസിൻ്റെ വിവാഹത്തിന് വേണ്ടി ഒരുങ്ങിയിരിക്കുകയാണ്. തൻ്റെ പെണ്ണായി വരുന്ന ഇണക്ക് വേണ്ടിയുള്ള എല്ലാ സമ്മാനങ്ങളും ഒരുക്കി വീട്ടുകാർ മുഹമ്മദ് ഷാസിനെ മരുമകനായി സ്വീകരിക്കാൻ വേണ്ടി വീടെല്ലാം ഒരുങ്ങിക്കഴിഞ്ഞു. ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കി. ഇതാ മുഹമ്മദ് ഷാസ് വിദേശത്ത് ജോലി ചെയ്യുകയും ടിക്കറ്റെല്ലാം റെഡിയായി വീട്ടിലേക്ക് പുറപ്പെടാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുകയാണ്. ആ സമയത്താണ് തൻ്റെ സുഹൃത്തുക്കളെ കൂടെ ഒന്ന് കരങ്ങി എല്ലാവർക്കും വിവാഹത്തിൻ്റെ ക്ഷണക്കത്തുകൾ അവരിലേക്കെല്ലാം കൈമാറി, കുടുംബങ്ങളിലേക്ക് കൈമാറി. വാട്സപ്പിലൂടെയും പല നിലക്കും കുടുംബങ്ങളെല്ലാം വിവാഹത്തിന് വേണ്ടി ഒരുക്കി. എല്ലാവരും അതിനു വേണ്ടിയുള്ള വസ്ത്രങ്ങളും വേണ്ട എല്ലാ സാമഗ്രികളെല്ലാം തയ്യാർ ചെയ്തു. തൻ്റെ ഇണക്ക് വേണ്ടിയുള്ള സമ്മാനങ്ങളെല്ലാം ഒരുക്കി. സമ്മാനത്തിൻ്റെ കൂമ്പാരവുമായി മുഹമ്മദ് ഷാസ് ഇന്നലെ നാട്ടിലേക്ക് വരേണ്ട ഷാസ് തൻ്റെ സുഹൃത്തുക്കളെ കൂടെ കരങ്ങി രാത്രി വന്ന് കിടന്നുറങ്ങിയ ഷാസിനെ നാട്ടിലേക്ക് പറഞ്ഞേക്കാൻ വേണ്ടി സുഹൃത്തുക്കൾ വിളിക്കുന്ന സമയത്ത് ഷാസ് ഉണരുന്നില്ല. എത്ര വിളിച്ചാലും ഉണരുന്നില്ല. പിന്നെയാണ് മനസ്സിലായത് മരണപ്പെട്ട് കിടക്കുകയാണ്. ഈ വാർത്ത എങ്ങനെ കുടുംബത്തിനെ അറിയിക്കും? കുടുംബം തകർന്ന് തരിപ്പണമാകും. തൻ്റെ പൊന്നുമകൻ്റെ വിവാഹം, ആ സന്തോഷ സുദിനം കാണാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുന്ന മാതാപിതാക്കൾ, കുടുംബങ്ങൾ, ജ്യേഷ്ഠനുജന്മാർ എല്ലാവരും ഒരുങ്ങിയിരിക്കുന്ന, അതുപോലെ പെണ്ണിൻ്റെ വീട്ടുകാർ എങ്ങനെ ഈ വാർത്ത അറിയിക്കും? എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ വാർത്ത അറിഞ്ഞപ്പോൾ ആ കുടുംബം തകർന്നു പോയി. ആ വിവാഹ സുദിനത്തിന് ഒരുങ്ങിയിരിക്കുന്ന ആ ഇണയുടെ വീട്ടിലേക്കും ഈ വാർത്ത കേൾക്കുമ്പോൾ സഹിക്കാൻ പറ്റാത്ത തീരാ ദുഃഖത്തിലായി ആ ഒറ്റ നിമിഷം ആ കുടുംബങ്ങളുടെ എല്ലാ സ്വപ്നങ്ങളും, മുഹമ്മദ് ഷാസിൻ്റെ എല്ലാ സ്വപ്നങ്ങളും ആരുടെ മണ്ണിൽ എല്ലാവരും കുഴിച്ചു മൂടി വന്നു. സുബ്ഹാനല്ലാഹ്. ഇത്രയേ ഉള്ളൂ മനുഷ്യൻ്റെ അവസ്ഥ. മരണം എപ്പോഴെന്നറിയില്ല, എവിടെന്നറിയില്ല. നാം കാണുന്ന സ്വപ്നങ്ങൾ അത് പൂവണിയണമെന്നില്ല. മരണം എപ്പോഴും എവിടെയും വന്നേക്കാം. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വതആല ആഫിയത്തുള്ള ദീർഘായുസ്സ്, ആരോഗ്യം എല്ലാവർക്കും നൽകട്ടെ. മുഹമ്മദ് ഷാസിന് അല്ലാഹു പൊരുത്തു കൊടുക്കട്ടെ. ജന്നാത്തുൽ ഫിർദൗസിൽ സ്വർഗീയ സുഖങ്ങൾ പൂരിനീങ്ങളൊക്കെ നൽകി അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.